IDFC ബാങ്കിൻ്റെ എൻട്രി ലെവൽ ക്രെഡിറ്റ് കാർഡായിട്ടുള്ള IDFC ബാങ്ക് ഫസ്റ്റ് മിലേനിയ ക്രെഡിറ്റ് കാർഡാണ് നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാർഡിൻ്റെ ഫീച്ചേഴ്സ്, ബെനിഫിറ്റ്സ്, എങ്ങനെയാണ് ഈ കാർഡ് അപ്ലൈ ചെയ്യുക, ഈ കാർഡിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് റിക്വയർ ആയിട്ടുള്ള ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ ബോണസ് ടിപ്പും കൂടി ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയുടെ ഈസി അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം സ്റ്റാമ്പ്സും കൂടി വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എലിജിബിലിറ്റി ആൻഡ് ഡോക്യുമെൻറ്റേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 21 വയസ്സ് മുതൽ 65 വയസ്സുള്ള ആൾക്കാർക്കാണ് ഈ കാർഡ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ബോത്ത് സാലറിഡ് ആൻഡ് സെൽഫ് എംപ്ലോയ്ഡ് ആൾക്കാർക്ക് ഈ കാർഡ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇയർലി നമുക്ക് 3 ലക്ഷത്തിന് മേലെ വരുമാനമുള്ള ആൾക്കാർക്കാണ് ഈ കാർഡ് നമുക്ക് അപ്രൂവ് ആയി കിട്ടുന്നത്. മന്ത്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 25,000 രൂപയ്ക്ക് മുകളിൽ സാലറി ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാർഡ് അപ്ലൈ ചെയ്യാം. സിബിൽ സ്കോർ റെക്കമെൻഡ് ചെയ്യുന്നത് 700-ന് മേലെയാണ്. നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു എൻട്രി ലെവൽ ക്രെഡിറ്റ് കാർഡായ കാരണം കൊണ്ട് അപ്രൂവ് ആകാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. അതുപോലെ നമ്മുടെ സിബിൽ സ്കോറിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ പോലും ഭൂരിഭാഗം കേസുകളിലും IDFCയുടെ ഫസ്റ്റ് മിലേനിയ കാർഡ് അപ്രൂവ് ചെയ്ത് കിട്ടാറുണ്ട്. IDFC ഫസ്റ്റ് ബാങ്ക് മിലേനിയ കാർഡിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ റിക്വയർ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് 3 ടൈപ്പ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ആണ് റിക്വയർ ആയിട്ടുള്ളത്: പ്രൂഫ് ഓഫ് ഇൻകം, പ്രൂഫ് ഓഫ് അഡ്രസ് ആൻഡ് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി. ഈ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റിയുടെ കേസിൽ നമുക്ക് ആധാർ കാർഡ് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പാൻ കാർഡ് സബ്മിറ്റ് ചെയ്യാം, ഡ്രൈവിംഗ് ലൈസൻസ് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പ്രൂഫ് ഓഫ് അഡ്രസ്സിൻ്റെ കേസിൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വയ്ക്കാം, ആധാർ കാർഡ് വയ്ക്കാം. ഇനി നമ്മുടെ കയ്യിൽ ആധാർ കാർഡ് ഇല്ലെങ്കിൽ നമുക്ക് യൂട്ടിലിറ്റി ബില്ലായിട്ടുള്ള ഇലക്ട്രിസിറ്റി ബില്ലോ അല്ലെങ്കിൽ വാട്ടർ ബില്ലൊക്കെ സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പ്രൂഫ് ഓഫ് ഇൻകത്തിൻ്റെ കേസിൽ ഒരു സാലറി ആയിട്ടുള്ള എംപ്ലോയി ആണെങ്കിൽ ലേറ്റസ്റ്റ് സാലറി സ്ലിപ്പ് സബ്മിറ്റ് ചെയ്യേണ്ടത് വരും. അതുപോലെ തന്നെ 3 മന്തിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ ലാസ്റ്റ് ഇയർ ITR സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എങ്ങനെയാണ് ഈ കാർഡ് അപ്ലൈ ചെയ്യാൻ നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് പോവുക. നമുക്ക് അവിടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. ആ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്നത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും അതുപോലെ തന്നെ വീഡിയോ KYC ആണ്. ഈ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും വീഡിയോ KYC നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ നമുക്ക് ലാപ്ടോപ്പിലോ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. എലിജിബിലിറ്റി എല്ലാം നമ്മൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെയിൽ വഴി നമുക്ക് മെസ്സേജ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജും ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. 5 തൊട്ട് 7 ദിവസത്തിനുള്ളിൽ നമ്മുടെ കാർഡ് നമ്മുടെ കയ്യിൽ ഡെലിവറി ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഈ കാർഡിൻ്റെ ജോയിനിങ് ഫീ ആൻഡ് ആനുവൽ ഫീ നമുക്ക് നോക്കാം. ഈ കാർഡിന് ഒരു ഫീസും വരുന്നില്ല, നമുക്ക് ജോയിനിങ് ഫീയും വരുന്നില്ല, ആനുവൽ ഫീയും വരുന്നില്ല. ഇതൊരു ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ്. IDFC ഫസ്റ്റ് മിലേനിയ ക്രെഡിറ്റ് കാർഡിൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് നമുക്ക് നോക്കാം. ഈ കാർഡ് വഴി ചെയ്യുന്ന ഓൺലൈൻ ട്രാൻസാക്ഷൻ നമുക്ക് 6 ഇരട്ടിയാണ് റിവാർഡ് പോയിൻറ്റ്സ് കിട്ടുന്നത്. ഇനി നമ്മൾ ഓഫ്ലൈൻ ട്രാൻസാക്ഷനാണ് ചെയ്യുന്നതെങ്കിൽ 3 ഇരട്ടിയാണ് നമുക്ക് റിവാർഡ് പോയിൻറ്റ്സ് കിട്ടുന്നത്. ഓരോ 150 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് ഒരു റിവാർഡ് പോയിൻ്റാണ് കിട്ടുന്നത്. ഒരു റിവാർഡ് പോയിൻ്റ് വാല്യൂ വരുന്നത് 25 പൈസയാണ്. ഇനി നമ്മൾ ഒരു മാസം ഈ കാർഡ് വഴി 20,000 രൂപയ്ക്ക് മേലെ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ 20,000-ന് മേലെ വരുന്ന ട്രാൻസാക്ഷനൊക്കെ നമുക്ക് 10x റിവാർഡ് പോയിൻറ്റ്സ് ഈ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ബർത്ത്ഡേയുടെ ദിവസം നമ്മൾ ചെയ്യുന്ന സ്പെൻഡിങ്ങിനൊക്കെ നമുക്ക് 10x റിവാർഡ് പോയിൻറ്റ്സും കൂടി ഈ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിവാർഡ് നമ്മൾ റിഡീം ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 99 രൂപ പ്ലസ് ടാക്സ് ആണ് റിഡംഷൻ ഫീ ആയിട്ട് മേടിക്കുന്നത്. മൂവി ടിക്കറ്റൊക്കെ നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 25% ഡിസ്കൗണ്ട് ആണ് ഡിസ്ട്രിക്റ്റ് ആപ്പ് വഴി നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ 20% ഓഫ് നമുക്ക് ഡൈനിങ്ങിനും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ് ടു 1500 റെസ്റ്റോറൻറ്റിൽ വരെയാണ് ഈ ഓഫർ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ റിവാർഡ് റിഡംഷൻ പേജിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ 20x റിവാർഡ് പോയിൻറ്റ്സ് ആണ് നമ്മൾ ഹോട്ടലൊക്കെ അതുവഴി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. 0 കൺവീനിയൻറ്റ് ഫീ ആണ് ഫ്ലൈറ്റ് ടിക്കറ്റ് അവരുടെ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത്. 4 കോംപ്ലിമെൻ്ററി റെയിൽവേ ലോഞ്ച് ആക്സസ് ഈ കാർഡിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ലോഞ്ച് ആക്സസ് ആണെന്നുള്ള ലിസ്റ്റ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 4 റോഡ് സൈഡ് അസിസ്റ്റൻസും കൂടി ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ് ടു 1399 വർത്തായിട്ടുള്ള ഒരു റോഡ് സൈഡ് അസിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്കിത് ഇയർലി 4 വട്ടമാണ് കിട്ടുക. IDFCയുടെ ഫസ്റ്റ് മിലേനിയ കാർഡിനെ കുറച്ച് യൂണീക്ക് ആക്കുന്ന ഒരു ഫീച്ചറാണ് ATM വിഡ്രോവൽ എന്നുള്ള ഫീച്ചർ. നമുക്ക് ഈ കാർഡ് വഴി ATMൽ പോയിട്ട് പൈസ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. അപ് ടു 45 ഡേയ്സിനുള്ളിൽ നമ്മളിത് റീപേ ചെയ്യേണ്ടതായിട്ട് വരും. 199 രൂപ പ്ലസ് GST മാത്രമാണ് ഇവിടെ നമുക്ക് ഫസ്റ്റ് പേ ചെയ്യേണ്ടതായിട്ട് വരിക. പിന്നെയുള്ളൊരു ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ വേറെ കേസുകളൊന്നും ഈ ATM വിഡ്രോവലിന് വരുന്നില്ല. ബാക്കിയുള്ള ക്രെഡിറ്റ് കാർഡിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫീച്ചർ കിട്ടുന്നില്ല. ഇത് IDFC ഫസ്റ്റ് മിലേനിയ കാർഡിൻ്റെ ഒരു യൂണീക്ക് ഫീച്ചറാണ്. IDFC ഫസ്റ്റ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലോസ് കാർഡ് ലയബിലിറ്റി ആയിട്ട് 25,000 രൂപയാണ് കവറേജ് വരുന്നത്. ഈ കാർഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെൽക്കം ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. നമുക്ക് 500 രൂപയുടെ വൗച്ചറാണ് വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. നമ്മൾ ഈ കാർഡ് എടുത്തതിന് ശേഷം 5,000 രൂപ ട്രാൻസാക്ഷൻ ചെയ്താലാണ് ഫസ്റ്റ് 30 ഡേയ്സിനുള്ള ട്രാൻസാക്ഷൻ ചെയ്താലാണ് നമുക്ക് ഈ 500 രൂപയുടെ വൗച്ചർ കിട്ടുന്നത്. ആമസോൺ പേഡിയോ അല്ലെങ്കിൽ ബിഗ് ബാസ്ക്കറ്റിൻ്റെയൊക്കെ 500 രൂപയുടെ ബർത്തായിട്ടുള്ള വൗച്ചേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. IDFC ഫസ്റ്റ് മിലേനിയ കാർഡിൻ്റെ ബോണസ് ടിപ്സ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ കാർഡ് വഴി നമ്മൾ ചെയ്യുന്ന ബർത്ത്ഡേ ഡേയിലുള്ള പേയ്മെൻറ്റ്സിന് നമുക്ക് 10x റിവാർഡ് പോയിൻറ്റ്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ ആ ദിവസം നിങ്ങൾ പ്രത്യേകമായിട്ട് ഈ കാർഡ് വഴി സ്പെൻഡ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക.
IDFCയുടെ ഈ കാർഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോവസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് വരുന്നത്. 0.75% തൊട്ട് 3.50% വരെയാണ് പെർ മന്ത് വരുന്നത്. വളരെ ലോവസ്റ്റ് ആയിട്ടുള്ള 0.75% ആണ് ഈ കാർഡിനെ കുറച്ച് യൂണീക്ക് ആക്കുന്നത്. തേർഡ് വരുന്ന കാര്യമാണ് നമുക്ക് ഈ കാർഡ് വഴി ATM വിഡ്രോവൽ ചെയ്യാൻ പറ്റുന്നുള്ള ഓപ്ഷൻ. ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ ATMൽ നമുക്ക് ഈ വിഡ്രോവൽ ഫീച്ചർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇൻ്റർനാഷണലിൽ നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോറക്സ് ചാർജ് ആയിട്ട് 3.5% ആണ് ഈ കാർഡിൽ വരുന്നത്. അതേ പ്ലസ് 199 രൂപ പ്ലസ് GST കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും. IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ കസ്റ്റമർ സർവീസിനെ കുറിച്ചിട്ട് വളരെ നല്ല അഭിപ്രായമാണ്. അവരുടെ കസ്റ്റമർ സർവീസ് നമ്പർ വരുന്നത് 1800108888 ആണ് നമ്പർ വരുന്നത്. IDFCയുടെ ക്രെഡിറ്റ് കാർഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ IDFCയുടെ ഫസ്റ്റ് ബാങ്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാർഡൊക്കെ മാനേജ് ചെയ്യാനും നമ്മുടെ ട്രാൻസാക്ഷനൊക്കെ മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും. IDFCയുടെ ഈ കാർഡ് വെർത്താണോ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കേസ് ഇതൊരു എൻട്രി ലെവൽ ക്രെഡിറ്റ് കാർഡാണ്. നമുക്ക് വേറെ ഫീസസ് ഒന്നും വരുന്നുമില്ല. ലൈഫ് ടൈം ഫ്രീ ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത്യാവശ്യം നല്ല രീതിയിലായിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ബട്ട് റിവാർഡ് പോയിൻറ്സിൻ്റെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര അട്രാക്റ്റീവ് എന്ന് പറയാനായിട്ടില്ല. നമ്മൾ നോർമൽ ചെയ്യുന്ന സ്പെൻഡിനൊക്കെ നമുക്ക് ഓൺലൈൻ സ്പെൻഡിന് 6x അതുപോലെ തന്നെ ഓഫ്ലൈൻ സ്പെൻഡിന് 3x റിവാർഡ് പോയിൻറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാർഡ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് എടുക്കാനായിട്ട് മാക്സിമം നോക്കുക. ഈ ചാനൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് ആയിട്ട് കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.